ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ റഡാറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റഡാറിനെ കുറിച്ച് വന്നിട്ടുള്ളത്. സോ അതിൽ മെയിനായിട്ടുള്ള കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റഡാറിൻ്റെ കൃത്യമായിട്ടുള്ള യൂസ് എന്താണ് നമ്മുടെ ഈ ഫുട്ബോളിൽ, അതുപോലെ തന്നെ നമ്മുടെ റഡാർ നോക്കി കളിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഗെയിം പ്ലേ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയും നമ്മുടെ ഓപ്പണൻറ്റ് നമ്മുടെ കാലിൽ നിന്നും ബോളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു റഡാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ഫീച്ചർ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഇതിൻ്റെ യഥാർത്ഥ യൂസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു 3 പോയിൻ്റാണ്, കൃത്യമായിട്ടുള്ള 3 യൂസാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റഡാർ എങ്ങനെ ഓൺ ഓഫ് ചെയ്യാം, അതുപോലെ ഈ ഒരു റഡാറിന്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അത് വിസിബിൾ ആവുന്ന രീതിയിലേക്ക് മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം നമ്മുടെ ഗെയിമിൽ തന്നെ അത്രയും അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ് നമ്മുടെ റഡാർ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്ലേ സെറ്റിംഗ്സിൽ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ റഡാർ എന്ന് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഓൺ ഓഫ്. ഇവിടെ ഓഫ് ആയി കഴിഞ്ഞാൽ റഡാറിന്റെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ മാച്ചിൽ ഇതുപോലെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ റഡാർ വിസിബിൾ ആവുന്നതാണ്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ റഡാറിന്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ബിൽറ്റ് ആയിട്ട് തന്നെ സ്ട്രിപ്പ് കളർ ആയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്സ് കിടക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ പോലും നമ്മുടെ പ്ലേ സെറ്റിംഗ്സിൽ പോയി ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ റെഡ് പോലുള്ള അത്രയും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഹോമിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോമിൽ റെഡ് ആയി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ എവേ കളറായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാക്കോ അതുപോലെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് കിടക്കുന്ന, നമുക്ക് അത്രയും പെട്ടെന്ന് വിസിബിൾ ആകുന്ന രീതിയിലുള്ള കോൺട്രാസ്റ്റ് ആയിട്ട് കിടക്കുന്ന കളേഴ്സ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റഡാറിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ റഡാറിന്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് ആണ്, ഹിഡൻ ആയിട്ട് കിടക്കുന്ന 3 യൂസ് തന്നെയാണ്. സോ ഒന്നാമത്തെ യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂരിഭാഗം പേരും ഫേസ് ചെയ്യുന്ന, മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്, നമുക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല. നമുക്ക് സ്റ്റണ്ണിങ് ഷോട്ടോ അല്ലെങ്കിൽ സ്റ്റണ്ണിങ് പാസോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ആ ഒരു ഷോട്ട് എടുക്കാൻ വരുന്ന ഡിലേ കാരണം ഓപ്പോണന്റ് നമ്മുടെ കാലിൽ നിന്നും ബോളൊക്കെ എടുത്തു പോകുന്നു എന്നുള്ള കംപ്ലൈൻ്റ് ആണ് ഒരുപാട് പേർക്കുള്ളത്. സോ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ ഒരു വഴി മാത്രമാണുള്ളത്, നമ്മുടെ സൈഡ് സ്വിച്ചിങ് മാത്രമാണ്. ഈ ഒരു വീഡിയോ കാണുന്നവരിൽ റിയൽ ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കളിക്കണമെന്നില്ല, സ്ഥിരമായിട്ട് ഫുട്ബോളൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിങ്ങിൽ തന്നെ ബോൾ ഉള്ള ടൈമിൽ ഓപ്പോണന്റ് പ്ലേയേഴ്സൊക്കെ ആ ഒരു വിങ് കേന്ദ്രീകരിച്ച് കളിക്കുന്നുണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള വിങ്ങിൽ നമ്മുടെ പ്ലേയേഴ്സ് ബോൾ വെയിറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത് അത്രയും ഏരിയ കവർ ആവണമെന്നില്ല. സോ നമ്മൾക്ക് ആകെ ഒരു വഴിയുള്ളത് നമ്മുടെ റഡാർ നോക്കുക. റെഡ് ആയിട്ടുള്ള ആ ഒരു ഡോട്ട് അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൈഡ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ ആയിട്ടുള്ള ഒരു ലോഫ്റ്റഡ് പാസ് അല്ലെങ്കിൽ ലോങ് ബോൾ കൊടുക്കുന്നതിന് പകരം സ്റ്റണ്ണിങ് ലോഫ്റ്റഡ് പാസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് ആ ഒരു പ്ലെയറുടെ കാലിൽ തന്നെ ബോൾ എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സൈഡ് സ്വിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ആ ഒരു ഓപ്പോസിറ്റ് ഭാഗത്ത് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും നമ്മുടെ ഓപ്പോണന്റ് പ്ലേയേഴ്സൊക്കെ ആ ഒരു പ്ലെയറെ മാർക്ക് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ത്രൂ പാസോ അല്ലെങ്കിൽ ആ ഒരു പ്ലെയർക്ക് തന്നെ പോയിട്ട് ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നമ്മുടെ ഗെയിമിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കാതെ ഇതുപോലെ സൈഡ് സ്വിച്ചിങ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഓപ്പോണന്റ് പ്ലേയേഴ്സിന്റെ ഡിഫൻഡേഴ്സ് ആ ഒരു ഒഴിഞ്ഞു നിൽക്കുന്ന പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലുള്ള സിറ്റുവേഷനിൽ നമ്മുടെ റഡാർ കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. സോ നമ്മുടെ സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ സെക്കൻഡ് യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റഡാറിനെ പറ്റി സംസാരിച്ച ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റ് ആണ്, നമ്മൾ ഈ ഒരു റഡാറൊക്കെ നോക്കി പാസ് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ കാലിൽ നിന്നും ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള ആ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യത്തിനുള്ള ഒരു റിപ്ലൈ ആണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്നുള്ളത്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കാരണവശാലും എല്ലാ പ്ലേയേഴ്സും കൊടുക്കുന്ന പാസ് ഇതുപോലെ റഡാർ നോക്കി കൊടുക്കണം എന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിച്ചിൽ ഏതൊക്കെ പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് ഫ്രീ ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൈഡ് ആയിട്ട് വിങ്ങിൽ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ അധികവും ബോളൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു പോകാനുള്ള ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിങ്ങിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സിനാണ് നിങ്ങൾ ഇതുപോലെ റഡാറും കാര്യങ്ങളൊക്കെ നോക്കി ലോഫ്റ്റഡ് പാസും കാര്യങ്ങളൊക്കെ, അത് കൃത്യമായിട്ടൊരു കീ പാസ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള പാസ്സൊക്കെ കൊടുക്കാനാണ് നിങ്ങൾ ഈ ഒരു റഡാർ നോക്കേണ്ടത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഓപ്പോണന്റ് അടുത്ത് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു റഡാറും കാര്യങ്ങളൊക്കെ നോക്കി പാസ് ചെയ്യാൻ പാടില്ല. അതെന്തെങ്കിലും ഒരു സ്കില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റോ കാര്യങ്ങളൊക്കെ എടുത്ത്
ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ റഡാറും കാര്യങ്ങളൊക്കെ നോക്കി പാസ് കൊടുക്കാൻ. അതുപോലെ തന്നെ വിങ്ങേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഗോൾ കീപ്പറുടെ കാര്യം. ഗോൾ കീപ്പറുടെ കാലിൽ ബോളുള്ള ടൈമിലും അധികം ഓപ്പണന്റൊന്നും നമ്മുടെ ഗോൾ കീപ്പറുടെ അടുത്തായിട്ട് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ റഡാറൊക്കെ നോക്കിയിട്ട് ഗോൾ കീപ്പർക്ക് കിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഗോൾ കീപ്പർ കിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഓപ്പോണന്റ് ആ ഒരു ബോളും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഒരു കൗണ്ടറിന് വരുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗോൾ കീപ്പർ കിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് റഡാറൊക്കെ നോക്കി ഫ്രീ പ്ലേയേഴ്സ് എവിടേക്കാണുള്ളത്, എവിടെ കൊടുത്താലും നമുക്ക് ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റഡാർ നോക്കി നമുക്ക് മനസ്സിലാക്കി കിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. 1-2 ടച്ച് കൊണ്ട് തന്നെ പ്രോ പ്ലേയേഴ്സ് ഗോളും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യുന്നത് ഈ ഒരു റഡാർ നോക്കിയിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് വഴിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോഡിലൊക്കെ ഇതുപോലെ നമ്മൾ AI പ്ലേയിങ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോങ് ബോൾ എക്സ്പെർട്ട് എന്ന് കാണാം. ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഫ്രീ സ്പേസും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ റഡാർ നോക്കി ഫ്രീ ആയിട്ടുള്ള ഭാഗത്തേക്ക് നിങ്ങളൊരു പാസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു പ്ലേയേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ബോളിൽ കൃത്യമായിട്ട് അവർ എയിം ചെയ്യുന്ന ആ ഒരു പ്ലെയർക്ക് തന്നെ ബോൾ എത്തിച്ചു കൊടുക്കാൻ ഇതുപോലുള്ള പ്ലേയേഴ്സിന് സാധിക്കും എന്നുള്ളതാണ്. മിക്കവാറും DMFലും അതുപോലെ CMFലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സിനാണ് ഇതുപോലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ചില ബിൽഡപ്പ് കാർഡിനും ഇതുപോലെ ലോങ് ബോൾ എക്സ്പെർട്ട് എന്ന് പറയുന്ന പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ഇതുപോലുള്ള പ്ലേയേഴ്സിന് ബോൾ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ചുമ്മാ ഒരു പാസ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് സ്പേസും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ റഡാറൊക്കെ നോക്കി ഫ്രീ ആയിട്ട് കിടക്കുന്ന പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലുള്ള ലോങ് ബോളും കാര്യങ്ങളൊക്കെ ലോഫ്റ്റഡ് ആയിട്ടുള്ള പാസും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോൾ കൃത്യമായിട്ട് കീ പാസ്സായിട്ട് മാറുകയും അവിടുന്ന് 1-2 ടച്ച് കൊണ്ട് തന്നെ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു പോയിന്റ് ഒക്കെ ഞാൻ ചുമ്മാ പറയുന്ന ഒരു പോയിന്റ് ഒന്നുമല്ല. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1-2 ഗെയിമൊക്കെ കളിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 മെയിൻ ആയിട്ടുള്ള പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡിലേക്ക് നമ്മൾ ക്രോസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലുള്ള പ്ലേയേഴ്സിനൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവരൊരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ മിക്ക കേസുകളിലും ഈ ഒരു പ്ലെയർ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാമറ ആംഗിളിൽ അത് വിസിബിൾ ആവത്തില്ല. ഇത് എന്ത് തന്നെയാലും നമ്മുടെ റഡാറിൽ ആ ഒരു പ്ലെയർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ടൈമിൽ ഇതുപോലെ ലോങ് ബോൾ എക്സ്പെർട്ട് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് ഇതുപോലൊരു ലോങ് ബോളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒരു ക്രോസോ കാര്യങ്ങളോ ചെയ്ത് നമുക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ളൊരു കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ഒരുപാട് മൂവ്മെന്റും അല്ലെങ്കിൽ ഒരുപാട് സ്കില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാതെ ഇതുപോലുള്ള സ്മാർട്ട് വർക്കുകൾ ചെയ്തിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റഡാറിന്റെ കൃത്യമായിട്ടുള്ള യൂസ് ഏതൊക്കെ പ്ലേയിങ് സ്റ്റൈലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടാക്ടിക്സിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് വൈഡ് ഒക്കെ കളിക്കുന്ന പ്ലേയേഴ്സിന് ഇത് കൃത്യമായിട്ടും ഈ ഒരു റഡാറിന്റെ യൂസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൺബീറ്റൺ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഔട്ട് വൈഡിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിങ്ങിൽ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ കൃത്യമായിട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ വൈഡ് ആയിട്ട് പൊസിഷനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗെയിം പ്ലേ ആണ്. സോ ഈ ഒരു പ്ലേയേഴ്സിനെ ഒരു കാരണവശാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമറ ആംഗിളിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ റഡാർ നോക്കുക. അങ്ങനെ മാറി നിൽക്കുന്ന പ്ലേയേഴ്സിന് ഇതുപോലെ ലോങ് ബോൾ എക്സ്പെർട്ട് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് ഒരു ലോഫ്റ്റഡ് പാസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ക്രോസോ അല്ലെങ്കിൽ ത്രൂ പാസോ കാര്യങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ CFനെ കൊണ്ട് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. സോ ഗൈസ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.